ഹായ് ഡിയേഴ്സ്, ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ വിചാരിക്കണു ഞാനൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. പക്ഷെങ്കിൽ അതിനൊരു ടൈം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പോൾ നമ്മൾ ഈ സാഹചര്യങ്ങളാണല്ലോ നമ്മളതിന് ഓരോ കൊണ്ട് ചെയ്യിപ്പിക്കണത്. അപ്പോൾ നല്ല രീതിയിൽ പനിയും അതേപോലെ തന്നെ നല്ല ചുമയൊക്കെ പേടി വെട്ടപ്പോഴാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ആദ്യം തന്നെ പറയാം, ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടല്ല ഞാനിത് എല്ലാവർക്കും എനിക്കറിയുന്ന കുറച്ച് പേർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ക്ലൈമറ്റിൻ്റെയും അതേപോലെ തന്നെ ഈ ഒരു പെട്ടെന്നുണ്ടായ മഴയുടെ ഒക്കെ ഒരു ഇതായിട്ട് പല ആൾക്കാർക്കും പല രീതിയിൽ ചുമ അതേപോലെ തന്നെ പനി അങ്ങനത്തെ സിറ്റുവേഷൻ. ഇപ്പം നമുക്കറിയാം, ചുമ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും മാറാത്ത ഒരു കണ്ടീഷനാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ അതെ, ചുമ വന്നു കഴിഞ്ഞാൽ മാറിയില്ല. അപ്പം അങ്ങനെ ഞാൻ സിവിയറായിട്ട് ചുമ അനുഭവപ്പെട്ടപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന ഒരു ലേഹ്യം എടുത്ത് കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ എവിടുന്ന് വന്നു ഏതാണെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഒരു ലേഹ്യം എടുത്ത് കഴിച്ചു, പക്ഷെ അതെനിക്ക് ഭയങ്കര എഫക്റ്റീവായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു 3 മാസത്തോളം ഉണ്ടായിരുന്ന ചുമയാണ് എനിക്കൊരു ഒരാഴ്ച 2 ആഴ്ചയുടെ ക്യൂറായത്. ചെറിയൊരു ബോട്ടിൽ, അത് ഒന്നുമല്ല, ദശമൂല രസായനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ലേഹ്യമാണ്. ഇത് നമ്മുടെ കടകളിൽ മറ്റേ ആയുർവേദ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാനിത് കോട്ടയ്ക്കൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നല്ല മെഡിസിനാണ്, നല്ലൊരു ലേഹ്യമാണ്. ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ. അപ്പോൾ ഞാൻ തന്നെ എനിക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് ഞാൻ ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട്. പക്ഷേ എനിക്ക് എഫക്റ്റീവ് ആയതുകൊണ്ട് ഈ ചുമച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയാറുണ്ട്. അതേപോലെ തന്നെ ഞാൻ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്, മോൾക്കൊക്കെ കൊടുക്കാറുണ്ട് കുറേശ്ശെ. പിന്നെ നല്ല ഇമ്മ്യൂൺ പവറുള്ളൊരു സംഭവമാണ്. ഭയങ്കര ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ളൊരു സംഭവം കൂടിയാണിത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ഫീവറും അതേപോലെ തന്നെ പെട്ടെന്ന് ചുമയും അതേപോലത്തെ ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാറുണ്ടായിരുന്നു. അത് ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് എനിക്ക് എഫക്റ്റ് ആവും ഈ ക്ലൈമറ്റാണ് വെച്ചാലും. പക്ഷെ ഈ ഒരു സംഭവം, ഈ ഒരു ലേഹ്യം ഞാനൊരു 2-3 ബോട്ടിൽ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ചതിന് ശേഷം പിന്നെ എനിക്ക് ഇപ്പോൾ ലാസ്റ്റ് ഒരു 7-8 മാസത്തോളമായിട്ട് എനിക്ക് പനിയോ ചുമയോ ഒന്നുമില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ഒരു മഴയും പെട്ടെന്നുണ്ടായ ക്ലൈമറ്റൊക്കെ കാരണം കൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ഈ ചുമയും ഇതും വന്നത്. അത് വന്നപ്പോഴാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിന് മുന്നേ ഞാൻ വിചാരിച്ചായിരുന്നു, ഈ സംഭവം അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു ചെയ്യണമെന്നുള്ളത്. പക്ഷെ ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. എനിക്ക് നല്ല ഒരു ഇതാണ്, എല്ലാവർക്കും ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.